ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സണ്ണി ഡിയോളിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹത്തിന് അഹങ്കാരം കൂടുതലാണ് എന്നുള്ളതാണ്. സണ്ണി, ഇത് സത്യമാണോ? ഈ സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റായിരിക്കുകയാണ്, ഖദർ കലക്കിയിരിക്കുകയാണ്. ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പടം ഹിറ്റായതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് താങ്കൾക്ക് അറിയില്ല. താങ്കൾക്ക് ജവാനെ അറിയില്ല, സുൽത്താനെ പോലും അറിയില്ല, പഠാനെ അറിയില്ല, ഭായിജാനെ അറിയില്ല. എല്ലാം ധാരാസിംഗ് മാത്രമാണ്. താരാസിംഗ്, ജനങ്ങൾ എങ്ങനെ താരാസിംഗിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ സത്യത്തിൽ അതിന്റെ കാരണം അവരുടെ സ്നേഹം മാത്രമാണ്. പിന്നെ അതിനുശേഷം അതിന്റെ ക്യാരക്ടർ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ എവിടെ പോയാലും ജനങ്ങളുടെ മനസ്സിൽ അത് നല്ലപോലെ ഇരുന്നു. എവിടെ പോയാലും ജനങ്ങൾക്ക് എല്ലാവർക്കും താരാസിംഗ് ആണ്. പിന്നെ എല്ലാവരുടെ മനസ്സിലത് നല്ല രീതിയിൽ റീച്ചായി. പാകിസ്ഥാനിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എങ്ങനെയുള്ള ധാരാസിംഗാണ്, പാസ്പോർട്ട് ഇല്ലാതാണെന്നല്ലോ അകത്ത് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വരുന്ന സമയത്ത് ഹാൻഡ് പമ്പ് ഊരിയെടുത്തു. ഈ പ്രാവശ്യം വരുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റാണ് ഊരിയത്. നോക്കിക്കേ, സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ച തന്നെ ഇരിക്കത്തുള്ളൂ ശരിക്കും. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ ഇംഗ്ലണ്ടിന് പോയാലും, ആക്ച്വലി ഞാനിപ്പോൾ ദുബായ്ക്ക് പോയിരുന്നു, പിന്നെ ഞാൻ റീസെൻ്റ്ലി ബോർഡറിലോട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ ജനങ്ങൾ ആ ഭാഗത്തായിരുന്നു, ഞങ്ങൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൈ കാണിച്ചു, സ്നേഹം നൽകി. പിന്നെ ഞാൻ ദുബായ്ക്ക് പോയപ്പോൾ എത്രയോ ആൾക്കാർ വന്ന് എന്നെ കണ്ടിരുന്നു അന്ന്. ആക്ച്വലി നല്ല പോലെ വന്ന് എന്നെ ഹഗ് ചെയ്ത്, നല്ല പോലെ ഗ്രീറ്റ് ചെയ്ത്, ഒരുപാട് സ്നേഹം നൽകിയവർ. സ്നേഹം നൽകാണ്ടിരിക്കില്ല, കാരണം ഞങ്ങളൊക്കെ കലാകാരന്മാരല്ലേ. എല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെ സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓബ്വിയസ്ലി ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട ഒരു ക്യാരക്ടേഴ്സും. സോ ഓബ്വിയസ്ലി എപ്പോഴും ഒരു വില്ലൻ ആൻഡ് ഹീറോ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഞങ്ങൾ ആർക്കെതിരെയും നിൽക്കത്തില്ല. പിന്നെ താരാസിംഗ് എങ്ങനത്തെ ക്യാരക്ടറാന്ന് വെച്ചാൽ പാകിസ്ഥാനിലിരിക്കാനും തയ്യാർ, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരാനും തയ്യാർ. ആരവരുടെ കുടുംബത്തിൽ താമസിക്കാൻ വിടുന്നോ അവരുടെ കുടുംബത്തിൽ പോകാൻ തയ്യാറാണ്. അവനവൻ്റെ കുടുംബം തന്നെയാണ് വേണ്ട, വേറൊന്നും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ വായിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ എഴുതിയിരിക്കുകയാണ്, 22 വർഷം മുമ്പ് ഞങ്ങളുടെ ഹാൻഡ് പമ്പ് ഊരിയെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ശരിക്കും കിട്ടുന്നില്ല. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ആയതുകൊണ്ട് ശരിക്കും കറണ്ട് പോലും കിട്ടുന്നില്ല. ഇത് ജനങ്ങളുടെ കമൻസാണ്, ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തുമില്ല. ശരിക്കും ഞാനൊന്നും അത്ര രീതി ചെയ്തില്ല. പിന്നെ മറ്റൊരു കമൻറ്റും ഞാൻ കണ്ടു, പാകിസ്ഥാൻ്റെ അടുത്തുനിന്ന് ചുറ്റിൽ വാങ്ങിച്ച് അവരുടെ പട്ടാളക്കാരെ തന്നെ പേടിപ്പിച്ചെന്ന്. കാര്യം അതല്ല, അത് ഒരു ക്യാരക്ടർ മകനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്ന്. പിന്നെ താരാസിംഗ് എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടി വരുമ്പോൾ ആരെക്കൊണ്ടും അയാളെ തടയാൻ പറ്റത്തില്ല. താരാസിംഗിനെ ആരെക്കൊണ്ടും തടയാൻ പറ്റില്ല. ഒരു സീനിൽ എല്ലാവരും കണ്ടു, അദ്ദേഹം ടാങ്കിന്റെ മുകളിൽ കയറി, അദ്ദേഹം ആ പാകിസ്ഥാനി ടാങ്കിന്റെ ഉള്ളിലേക്ക് ചാടി ബോംബ് ഇട്ടിട്ട് തിരിച്ച് വീണ്ടും തന്റെ ടാങ്കിനുള്ളിലേക്ക് വരും. താരാസിംഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കോമിക്സ് ബുക്സിലൊക്കെ ഒരു ഹീറോസ് ഉണ്ടാവുമല്ലോ, താരാസിംഗ് അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ താരാസിംഗ് സൂപ്പർ ഹീറോസിനേക്കാൾ വലിയൊരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഇരിക്കും. അദ്ദേഹത്തിന്റെ ബലവും കുടുംബമാണ്, ബലഹീനവും കുടുംബമാണ്. അദ്ദേഹം എവിടെയെങ്കിലും പോയി കുടുങ്ങിയാൽ ദൈവം അദ്ദേഹത്തിന്റെ അകത്തോട്ട് കയറും. പിന്നെ ദൈവമൊക്കെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ആരെക്കൊണ്ട് കൺട്രോളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സണ്ണി, ഇക്കാര്യം സത്യമാണോ? ഈ മൂവി എടുക്കാൻ വേണ്ടി താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന്. അതിലുള്ള എല്ലാ സീൻസും റിയൽ ആയിട്ടുള്ളതാണെന്നും പറഞ്ഞു. ഗ്രാഫിക്സും എഫക്ട്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന്. ഞങ്ങളെപ്പോഴും എന്തോരു സിനിമകൾ ചെയ്യുന്നോ മാക്സിമം സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും അത്ര ഉപയോഗിക്കില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എല്ലാം ഞങ്ങൾ ഓൺ ലൊക്കേഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. സെറ്റിൽ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ, ഇല്ലെങ്കിൽ ആക്ച്വൽ ലൊക്കേഷനിൽ പോയി അത് ഷൂട്ട് ചെയ്യും ഞങ്ങൾ. ചില സമയം അത് വെതർ കൊണ്ടും മാറ്റാനൊക്കെ വരേണ്ട അവസ്ഥ വരും. നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി ഈ കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഫോൺ ഉണ്ടാവും. അതുകൊണ്ട് അതെടുത്തോണ്ട് തന്നെ എല്ലാവരും എല്ലാ സ്ഥലത്തോട്ടും വന്നേക്കും അങ്ങോട്ട്. സോ ഫോൺ എടുത്തോണ്ട് വരുന്നു. അതൊരു പ്രോബ്ലമാണ്. കാരണം ഞങ്ങൾ സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവരതൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നത്. സിനിമ വരാൻ 1 വർഷം എടുക്കും, പക്ഷേ അവർ ആ സിനിമ ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് ലീക്കൊക്കെ ചെയ്തേക്കും. സോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് തടയാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ സീക്വൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, വെതർ പ്രോബ്ലംസ് ഉണ്ടാവും, ഇതുപോലത്തെ ടാങ്ക്സ് പറഞ്ഞതും വണ്ടികൾ പറഞ്ഞതും ബോംബ് ബ്ലാസ്റ്റിങ്ങും എല്ലാം റിയൽ ആയിട്ടുള്ള സംഭവമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ റിയലാണ്. ഞാൻ അറിഞ്ഞൊരു കാര്യം, മകനെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് നിറയെ പൊടിപടലങ്ങളെല്ലാം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ സമയത്ത് താങ്കളുടെ കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അതെ, ആ സമയത്ത് എനിക്ക് കണ്ണിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പോട്ടിലോട്ട് തന്നെ പോയത് ഷൂട്ടിങ്ങിന്. പക്ഷെ അവിടെ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മൾ. ആക്ച്വലി എനിക്കൊരു ചെറിയൊരു ചീത്ത സ്വഭാവമുണ്ട്. അവരെപ്പോഴും ആരോഗ്യവും ഹെൽത്തും ഒക്കെ നല്ല രീതിക്ക് നോക്കാൻ പറയും എൻ്റെ അടുത്ത്. ഇതുപോലെ എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ വർക്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. ആ സമയത്ത് ഞാൻ ഒന്നിനെക്കുറിച്ച് ആലോചിക്കത്തില്ല അങ്ങോട്ട്. അവിടെയാണെങ്കിൽ അന്ന് ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണിലിങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ട് വന്നിട്ടാ എല്ലാം ക്ലീൻ ആക്കുന്നതൊക്കെ. തെറ്റാവാൻ പാടില്ലെന്നും പറഞ്ഞ്. ബട്ട് എല്ലാം നല്ല രീതിക്ക് തീർന്നു. ഒരു പ്രശ്നവും ഉണ്ടായില്ലായിരുന്നു. ഈ പ്രാവശ്യം ഏത് മകനെയാണോ താങ്കൾ രക്ഷിക്കാൻ പോയത്? 22 വർഷം മുമ്പും അതേ മകനെ തന്നെയാണോ രക്ഷിക്കാൻ പോയത് ഖദറിൽ? അതെ, ആ പയ്യൻ തന്നെയാ. ആ പയ്യൻ തന്നെയാ. പക്ഷേ ഡയറക്ടറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ പയ്യനെ താങ്കൾ സ്വന്തം മകനെ പോലെ അഡോപ്റ്റ് ചെയ്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെയല്ല. ആസ് എൻ ആക്ടർ അതങ്ങനെ ഓബ്വിയസ്ലി മകനായിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ ക്യാരക്ടർ എപ്പോഴും അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. മകനാണെങ്കിൽ മകനായിട്ടും അച്ഛനാണെങ്കിൽ അച്ഛൻ തന്നെയായിട്ടും. സോ ആ ഫീലിങ്സ് വളരെ അത്യാവശ്യമാണ്. ഞാനിത് എപ്പോഴും മോൻ്റെ അടുത്ത് പറയാറുമുണ്ട്. അതുപോലെ തന്നെ നീ ആലോചിച്ചാൽ മതി. കാരണം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ളത് കൊണ്ട് സ്ക്രീൻ പ്രസൻസ് വളരെ നന്നായി തന്നെ വന്നേക്കും. ക്യാരക്ടർ നന്നാവും, പിന്നെ എക്സ്പ്രഷൻസ് നന്നായി വരും. പിന്നെ ഫസ്റ്റ് ഗദറിൽ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അപ്പോൾ അവനും എൻ്റെ കൂടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ട്രെയിനിൻ്റെ ബോഗീസിന് മേലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അവൻ എന്നെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അവനെ കെട്ടിയിട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ അവൻ്റെ ഒപ്പം ഇങ്ങനെ ബൾട്ടി അടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കും. എല്ലാം ഞാൻ അവനെ എൻ്റെ പുറകെ കെട്ടിയിട്ടാ ചെയ്തത്. എല്ലാം ഒരു വിശ്വാസത്തിൽ ചെയ്യുന്നതല്ലേ. സോ ഇതിൽ താങ്കൾ ചെയ്ത ആക്ഷൻ സീക്വൻസിലൊന്നും വേറെ ഡ്യൂപ്പൊന്നും ഉപയോഗിച്ചില്ലല്ലോ? ഡൂപ്പ് ഞാൻ ഉപയോഗിക്കില്ല. ഡൂപ്പ് ആരും യൂസ് ചെയ്ത പോലെ എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നത്. കാരണം ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് വരുമല്ലോ അതിൽ നിന്ന് ഇങ്ങനെ. പിന്നെ എനിക്ക് വരുന്ന എക്സ്പ്രഷൻസ് അത് നല്ല രീതിക്ക് വന്നാലല്ലേ, ഇല്ലെങ്കിൽ അതൊക്കെ മുഴുവനും അങ്ങോട്ട് കട്ടായിട്ട് വരുമ്പോൾ അതൊരു നല്ല രസമില്ലാണ്ടായി പോകും. മാക്സിമം വലിയ വലിയ ആർട്ടിസ്റ്റുകളെല്ലാം അവരുടെ എഫക്ട്സ് പ്ലേയേഴ്സിനെ കൂടെ വെക്കാറുണ്ട്. സെറ്റിൽ എല്ലാ ഷൂട്ടിങ്ങും നടക്കും. അതിന് ശേഷം ആവശ്യമുള്ള എഫക്ട്സ് ഒക്കെ ഇടാറുണ്ട്. അത് കാണാനും റിയലായിട്ട് തോന്നും. നോക്കൂ, ഇപ്പോൾ സേഫ്റ്റി ഒക്കെ നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇന്നൊക്കെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അത്രേ. അവരെങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതനുസരിച്ചാണ്. അങ്ങനത്തെ കാര്യമൊന്നും ചിലപ്പോൾ എന്നെക്കൊണ്ട് പോലും ചെയ്യാൻ കഴിഞ്ഞില്ല വരും. ഒബ്വിയസ്ലി ഞാനത് നല്ലപോലെ യൂസ് ചെയ്യും. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഒരിക്കലും വിടത്തില്ല അങ്ങോട്ട്. ഡൂപ്പ് ഇടാണ്ട് ചെയ്യും ഞാൻ. അപ്പോൾ റിസ്ക് എടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആഗ്രഹമല്ല, പക്ഷെ ഞാനൊരു സ്പോർട്സ്മാനായിട്ടുള്ളത് കൊണ്ട് എപ്പോഴും എല്ലാം ഞാനൊരു സ്പോർട്ടീവായിട്ട് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വരും. ഈ പടത്തിൽ അമീഷ പട്ടേൽ ഫൈറ്റ് ചെയ്തതും താങ്കളൊരു സ്പോർട്ടീവായിട്ട് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് ദൂരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം വേറെ രീതിയിലോട്ടോ പോകുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ പുറത്ത് വന്നേക്കാം നൈസായിട്ട്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർക്കും ഡയറക്ടറിനും നടുവിൽ വാഗ്വാദങ്ങൾ നടക്കുമെന്ന് കേട്ടു. അതെ, ആ സമയത്ത് ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല അവിടെ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് അവർക്കിടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ വാക്കുവാദങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അതൊക്കെ അവർക്കിടയിൽ തന്നെ നടന്നങ്ങനെ പോകും അത്. പക്ഷെ ഞാൻ എപ്പോഴും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആർഗ്യുമെന്റ്സ് സംഭവിച്ചാലും മനുഷ്യർക്ക് എപ്പോഴും അങ്ങനത്തെ ബ്രെയിൻ തന്നെ തിരിച്ചു വരും. ഒരാൾ അങ്ങനെ തന്നെ സംസാരിക്കുന്ന തിരിച്ചു കേട്ടാൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. പക്ഷെ നടക്കാൻ പാടില്ലാത്തൊക്കെ നടക്കുകയും ചെയ്യും. പിന്നെ പതിയെ എല്ലാവരും കഷ്ടപ്പെടും. പിന്നെ ഇത് എപ്പോഴും നടക്കുന്നല്ലേ. ദാറ്റ്സ് ദ വേ ഓഫ് ലൈഫ്. അപ്പൊ താങ്കളുടെ അടുത്തേക്ക് വരില്ലേ, ചേട്ടാ ഈ പ്രശ്നം ഒന്ന് തീർത്ത് വെക്കെന്ന് പറഞ്ഞു? എൻ്റെ അടുത്ത് ഒരിക്കലും ആരും വരത്തില്ല. കാരണം അവർക്ക് നല്ല പോലെ അറിയാം എന്നെക്കുറിച്ച്. നല്ല ആറ്റിറ്റ്യൂഡായിരിക്കുമെന്ന്. ഗദർ വന്നതുകൊണ്ട് എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, ദൈവം ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ നടത്തി തന്നെന്നാ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇപ്പോൾ താങ്കളുടെ പുതിയ മൂവി ഗദർ 2 റിലീസായിട്ടുണ്ട്. അത് ബോക്സ് ഓഫീസിൽ ഇടവും നേടിക്കഴിഞ്ഞു. സോ ഈ വിജയത്തിന് ശേഷം താങ്കൾ ഇനി ഗദർ 3 ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ ഗദർ 2-ന് വേണ്ടി നല്ലപോലെ പേടിച്ചിരുന്നതാണ്. പക്ഷേ ഗദർ 3-ക്ക് ഞാൻ റെഡിയാണ്. ഞാൻ കേട്ടത് താങ്കൾക്ക് ഇങ്ങനെയുള്ള ഓഫറൊക്കെയാണ് വരുന്നത്. അതായത് ബോർഡർ 2, അർജുൻ 2, ഗായൽ ഗായൽ 2,
എല്ലാം സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടി. ഐ തിങ്ക് ദാറ്റ് എൻ്റെ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് സ്ഥാനം നേടിയെടുത്തതെന്ന് വെച്ചാൽ അവരതിൻ്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങളതല്ലേ കാണാൻ ആഗ്രഹിക്കുന്നു. സോ ബോർഡർ 2നെ കുറിച്ച് പറയണമെങ്കിൽ ബോർഡർ 2 ചെയ്യണമെന്ന് ആരംഭിച്ചു, പക്ഷേ അത് ഇതുവരെ തീർന്നില്ല. ഇപ്പോൾ ഈ പിക്ചർ ഇറങ്ങിയത് കൊണ്ട് അതെല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റും വിശ്വാസവും കൊടുത്തിട്ടുണ്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് താങ്കൾ ഒരു പടത്തിന് 50 കോടി വാങ്ങുന്നെന്ന് കേട്ടു. നമുക്ക് കാശ് വാങ്ങുന്നില്ലയോ, പക്ഷേ ബട്ട് പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹം നോക്കിക്കോളും. പിന്നെ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് തരുന്നത് എന്താണോ അത് മേടിക്കും. പടത്തിന് 500 കോടി കിട്ടുകയാണെങ്കിൽ ഒരു 50 കോടി വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ അവർക്ക് തോന്നിയാൽ, എനിക്ക് കൂടുതൽ തരാൻ തോന്നിയാൽ സന്തോഷമായിട്ട് ഞാനത് ഏറ്റെടുത്തോളാം. ഞാനത് ആലോചിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെയാന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. പക്ഷേ ഞാൻ കാശിന് വേണ്ടി ഒരിക്കലും ഒരിടത്ത് പണിയെടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിലിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രോജക്റ്റാണ് ഡിമാൻഡ് ചെയ്യേണ്ടത്, കാശ് ഒരിക്കലും ആലോചിക്കില്ല. സർ, ഞങ്ങളുടെ റിക്വസ്റ്റ് ഇതാണ്, താങ്കൾക്ക് ഗദറിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ സാധിക്കുമോ? പ്ലീസ് സർ. हिंदुस्तान हिंदुस्तान जिंदाबाद था, जिंदाबाद है और जिंदाबाद रहेगा.